ഹായ്. ഷാഹി കബീറിന്റെ മറ്റൊരു പോലീസ് സ്റ്റോറി റോന്ത്. ഷാഹി കബീറിന്റെ പോലീസ് സ്റ്റോറികൾ അറിയാമല്ലോ. നമുക്ക് ഒരിക്കലും ഒരു ഭരചന്ദ്രൻ IPS ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ള പടങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മൾ നായാട്ട് നോക്കിക്കഴിഞ്ഞാലും, ഇലവീഴ പൂഞ്ചിറ നോക്കിക്കഴിഞ്ഞാലും, ജോസഫ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, ആ പടത്തിന്റെ ഒരു ഇമോഷൻ തന്നെ അങ്ങനെയാണ്. വല്ലാണ്ട് നമ്മളെ പിടിച്ച് നിർത്തുന്ന അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ള പടങ്ങളാണ്. ഈ സിനിമയെ വേണമെങ്കിൽ നമുക്ക് നായാട്ടിന്റെ ഒരു നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് കാണാം. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈറ്റിലിൽ തന്നെ എന്താണ് ഈ പടം എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. റോന്ത് അല്ലെങ്കിൽ നൈറ്റ് പെട്രോളിംഗ് എല്ലാം കണ്ടിട്ടില്ലേ, അതാണ് ഈ പടത്തിന്റെ ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്നോ അല്ലെങ്കിൽ ടോട്ടൽ ഒരു മേക്കിംഗ് അങ്ങനെയാണ്. റോന്താണ് ഈ പടം. അതായത് നോർമലി നമ്മൾ ഇപ്പോൾ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോറിയാണ് നേരെ മുന്നോട്ട് പോവുക. ബാക്കിയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും സ്റ്റോറിയെ ഇങ്ങനെ ചുറ്റി ചുറ്റി വരും അല്ലെ. പക്ഷെ ഈ പടത്തിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ റോന്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലേ, അതായത് ഈ നൈറ്റ് പെട്രോളിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഈ പടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ പടത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ റോന്ത് എന്ന് പറയുന്ന സാധനത്തിനെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരും. അത് വളരെ രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഇല്ലേ, നമുക്ക് ചില കണക്ഷനും കാര്യങ്ങളൊക്കെ വിട്ടുപോകും. 2 മണിക്കൂറേ ഉള്ളൂ പടത്തിന്റെ ഡ്യൂറേഷൻ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണിത്. ഇനി ഈ സിനിമയുടെ ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് അല്ലെങ്കിൽ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നോർമലി പോലീസ് സ്റ്റോറി അല്ലെങ്കിൽ പോലീസുകാരുടെ ഈ വ്യക്തി ജീവിതം അല്ലെങ്കിൽ അവരുടെ സർവീസ് സ്റ്റോറി പറയുമ്പോൾ നമുക്കറിയാമല്ലോ, എപ്പോഴും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ബെയിലി കൊടുക്കേണ്ടി വരുന്നത് ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് പോലീസ് സർവീസിൽ തന്നെ ഏറ്റവും താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ CPOമാരൊക്കെ ആയിരിക്കും ഇതിനൊക്കെ ഇരയാകേണ്ടി വരുന്നത്. അത്യാവശ്യം ടോപ്പ് ലെവലിലുള്ള ആൾക്കാരൊക്കെ അവരുടെ കാര്യം നോക്കി പോകും. പിന്നെ പവർ കറപ്ഷൻ അറിയാലോ, അതിപ്പോൾ പോലീസിൽ മാത്രമല്ല ഏത് സർവീസിലാണെങ്കിലും പവർ കറപ്ഷൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അത്യാവശ്യം ഉള്ളവനൊക്കെ അത്യാവശ്യം പിടിച്ചേക്കും. പാവപ്പെട്ടവരായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ലിബറൽ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പബ്ലിക്കുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപഴകുന്ന ആൾക്കാർ പലപ്പോഴും ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. അതാണ് ഈ പടം പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഈ പടത്തിന്റെ ടോട്ടൽ ട്രീറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാലും പടത്തിന്റെ കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഇരുന്ന് പോകും. പടം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താണ് സ്വിച്ച് ഇട്ട പോലെയാണ്. നമ്മൾ നേരെ കഥാപാത്രങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇതിൽ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, അതായത് നമ്മൾ ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാലും റോഷൻ മാത്യുവിന്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാലും പിന്നെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളുണ്ട് പോലീസുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എവിടെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള പോലീസുകാരെ നമുക്ക് ഇതിലെവിടെയും കാണാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ചില സിനിമ എടുത്തു കഴിഞ്ഞാൽ ഈ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ ഈ രഞ്ജി പണിക്കരെല്ലാം സീരിയസ് പോലീസുകാരായി അഭിനയിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഇവർ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു 2 കിലോ ഓക്സിജൻ ഇങ്ങനെ പിടിച്ചു വെക്കും. സിനിമ തിരുന്നവരിങ്ങനെ മാസിൽ പിടിച്ച പോലീസുകാരായിരിക്കും. മനസ്സിലായില്ലേ, സിനിമാറ്റിക് ആയിട്ടുള്ള പോലീസുകാരായിരിക്കും. എന്നാൽ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള ചില പോലീസുകാരൊക്കെ ഉണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതായത് ഇവരെന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഞാൻ പോലീസായിട്ട് അഭിനയിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടാക്കാതെ വളരെ നോർമലായിട്ട് അഭിനയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഈ സിനിമയിലെ പോലീസുകാരൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. ദിലീഷിന്റെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യില്ല അഭിനയിക്കുന്നതായിട്ട്. അതായത് ചില ആൾക്കാരൊക്കെ അഭിനയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമല്ലോ. പക്ഷെ ദിലീഷിന്റെ ഒരു അഭിനയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീരെ ഫീൽ ചെയ്യില്ല. ഇയാൾ റഫ് ആവേണ്ട സ്ഥലത്ത് റഫ് ആവും, വളരെ നെഗോഷിയേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നെഗോഷിയേറ്റ് ചെയ്യും, സ്മൂത്ത് ആവേണ്ട സ്ഥലത്ത് സ്മൂത്ത് ആവും. അങ്ങനെ വളരെ ഇഴകിച്ചേർന്ന് അഭിനയിക്കുക എന്നെല്ലാം പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണ് ഇതിൽ ശരിക്കും നമ്മുടെ പോത്തേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ളത്. പോത്തേട്ടൻ ബ്രില്യൻസ്, അതായത് ഡയറക്ഷനിലെ പോത്തേട്ടൻ ബ്രില്യൻസ് പോലെ തന്നെ അഭിനയത്തിലും നമുക്കിവിടെ ഒരു പോത്തേട്ടൻ ബ്രില്യൻസ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ റോഷൻ മാത്യുവിന്റെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് പോലീസ് ഫോഴ്സിലേക്ക് വരുന്നൊരു ക്യാരക്ടറാണ്. ഡ്രൈവറാണ് ഇയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ കഥാപാത്രത്തിന്റെ പരിചയക്കുറവിലുണ്ടോ, പുതുതായിട്ട് സർവീസിൽ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ചില അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും വളരെ നീറ്റായിട്ട് തന്നെ ആ കഥാപാത്രം ചെയ്തു പോയിട്ടുണ്ട്. ദിലീഷ് പോത്തന്റെ കഥാപാത്രം. അതുപോലെ തന്നെ ഈ സിനിമയിൽ അരുൺ അഭിനയിച്ചിട്ടുണ്ട്. അരുൺ അറിയില്ല, നമ്മുടെ ഫോർ ദ പീപ്പിളിലത്തെ അരുണിന്റെ കഥാപാത്രം ഒരു സീനിയർ പോലീസ് ഒഫീഷ്യലായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടും വളരെ നോർമലായിട്ടുമാണ് അഭിനയിച്ചിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ എന്തോ വില്ലന്മാരാണ് എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലല്ല. പിന്നെ ഈ പടം വെൽ ഡയറക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഈ പടത്തിൽ ക്രൗഡ് വരുന്ന പല സീക്വൻസുകളും വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ക്രൗഡിനെ അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, യെസ്, ഡയറക്ടർക്ക് പണി അറിയാം. പിന്നെ ഷാഹി കബീർ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല, കാരണം അദ്ദേഹം നല്ല സ്ക്രിപ്റ്റ് റൈറ്ററും നല്ല ഡയറക്ടറുമാണ്. ഇനി സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഒരു 95% ഭാഗം നൈറ്റ് ആണ്. എന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രാഫർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്ററും. ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇരിട്ടി കണ്ണൂരിന്റെ തന്നെ ഹൈ റേഞ്ച് ഭാഗത്താണ്. വളരെ രസകരമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ മൊത്തം രാത്രിയാണല്ലോ, അപ്പൊ പിന്നെ നമുക്ക്
സ്ഥലം ഒരു വലിയ പ്രശ്നമല്ല. പക്ഷെ പകല്, അതായത് ഡേ ഷൂട്ട് കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡേ ലൈറ്റ് കാണിക്കുന്ന സമയത്തൊക്കെ നല്ല രസകരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എഡിറ്റിങ് നല്ല ഫ്ലോ ആണ് കേട്ടോ. ഈ പടം ശരിക്കും 2 മണിക്കൂറേ ഉള്ളൂ. ഇതിലെവിടെയും ഇന്റർവെല്ലിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ശരിക്കും ഇത് ഒരു ഹോളിവുഡിലൊക്കെ ചെയ്തിട്ടുള്ള പടമാണെങ്കിൽ ഇന്ന് ഇന്റർവെല്ലേ ഉണ്ടാവിട്ടില്ല. പക്ഷെ അറിയാലോ, ഇന്ത്യയിൽ പൊതുവെ നമ്മൾ ഇനി ഏത് പടമാണെങ്കിലും ഇന്റർവെൽ ഇല്ലാത്ത ഹോളിവുഡ് പടമാണെങ്കിൽ പോലും കറക്റ്റ് പകുതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ തിയേറ്ററുകാരനൊരു ബ്രേക്ക് ഇട്ട് തരും. പക്ഷേ ഈ പടം അങ്ങനെ ബ്രേക്ക് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടി പറ്റും. നല്ല ഫ്ലോ ആണ്. മ്യൂസിക് ആണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ നല്ല ഫ്ലോയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പാട്ടൊന്നുമില്ല, അറിയാലോ. ഇതിൽ പിന്നെ അങ്ങനെ വലിയ സിനിമാറ്റിക് ആയിട്ടുള്ള പടമൊന്നുമല്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള പടമാണ്. പക്ഷെ വല്ലാണ്ട് റിയലിസ്റ്റിക് ആക്കി ബോറാക്കിയിട്ടുമില്ല. അത്യാവശ്യം സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട സ്ഥലത്തൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില പേടിപ്പിക്കുന്ന, അതായത് നമുക്ക് ഈ പ്രേതവും ഭൂതവും ഒന്നും അല്ലാതെ ചില സിറ്റുവേഷനിൽ നമ്മൾ പേടിച്ചു പോകുമല്ലോ, അങ്ങനെയുള്ള പേടിപ്പിക്കുന്ന ചില ഹൊറർ എലമെന്റുള്ള ചില ഷോട്ടുകളും ഈ പടത്തിലുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഷൻ മാത്യു പേടിച്ച് ഇയാൾ ഓടുന്ന ചില സീനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആ സീൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളും പേടിച്ചു പോകും, നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു 1-2 സീനുണ്ട്, 2 അല്ല, ഒരു 3 ഭാഗം മറ്റോ ഉണ്ട്. ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും, വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പിന്നെ ഇതിലെ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ നോക്കി കഴിഞ്ഞാലും ക്യാരക്ടറിന്റെ ഒരു സൈക്കോളജി ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും നമുക്ക് അങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്ത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ആലോചിക്കും. ലൈക്ക് ഇപ്പൊ നമ്മൾ നായാട്ടെല്ലാം കണ്ടിട്ടില്ലേ, ഇതില് നായാട്ടിലെ തന്നെ ഈ കുഞ്ചാക്കോ ബോബന്റെ ഒരു സൈക്കോളജി, അതുപോലെ തന്നെ ജോജുവിന്റെ ക്യാരക്ടറിന്റെ, നമ്മൾ ആ ക്യാരക്ടറിന്റെ സൈക്കോളജിയിൽ പോയിട്ട് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങും. അതിൽ തന്നെ അതേപോലെ തന്നെ ഈ പടത്തില് നമ്മുടെ ദിലീഷ് പോത്തന്റെ ക്യാരക്ടറും അതുപോലെ തന്നെ റോഷന്റെ ക്യാരക്ടറും ഇതുപോലെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റിയ അത്രത്തോളം സൈക്കോളജി ഉള്ള കഥാപാത്രങ്ങളാണ്. പിന്നെ ഒരാൾ വിട്ടുപോയത്, ദിലീഷിന്റെ വൈഫായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. അവരുടെ ആർട്ടിസ്റ്റിന്റെ പേരറിയില്ല. അവരുടെ പെർഫോമൻസും അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ റോഷന്റെ പേരായിട്ട് അഭിനയിച്ചവർക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ ബോറാക്കിയിട്ടില്ല. റോഷന്റെ അമ്മയായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇതങ്ങനെ വലിയ ആവേശം ഉണ്ടാക്കുന്ന പടമൊന്നുമല്ല കേട്ടോ. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിലവിൽ പോലീസ് സർവീസിൽ കയറിയിട്ടുള്ള ആൾക്കാർ ജോലി മതിയാക്കും. ഈ പോലീസ് ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ പണി മതിയാക്കിയിട്ട് വേറെ വല്ല പണിക്കും പോകും. അതായത് നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്ന അത്ര സുഖകരമായിട്ടുള്ള ഒരു ജോലിയല്ല പോലീസിൽ നിന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. പോലീസുകാരൻ കൂടിയായിട്ടുള്ള ഷാഹി കബീറിന്റെ റോന്ത്. നൈസ് ആയിട്ടുള്ള പടമാണ്. സീരിയസ് വാച്ചിന് വേണ്ടി മാത്രം കയറുക. ഒരു ഡാർക്ക് ത്രില്ലർ അല്ലെങ്കിൽ ഡാർക്ക് പടം എന്ന് പറയാൻ പറ്റുന്ന പടമാണ് റോന്ത്. ആ ടൈറ്റിലിന്റെ ആ ഒരു മീനിങ് സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. Good. Nice movie.